ഒക്കെയുള്ള നാളുകളിലേക്ക് നാം അടുക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാളിന് വേണ്ടി നാം തുടങ്ങി വെച്ച നമ്മുടെ ആ യാത്രയുടെ പകുതിയിലേറെ നാം പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും വളരെ കുറച്ച് നാളുകളിലൂടെ ആ ഉദ്ധാന പെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ആഴ്ചയിൽ സഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം കൂനിയായ സ്ത്രീയുടെ വേദഭാഗം. ഞാൻ ഒരുപക്ഷെ ഈ വേദഭാഗം ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെയും പല രീതിയിൽ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കാം. ഇത് വർഷങ്ങൾക്ക് എല്ലാ വർഷവും ഈ ഒരു വേദഭാഗം തന്നെയായിരിക്കും ഈ സമയത്ത് പ്രസംഗത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ദൈവത്തമ്പുരാൻ എൻ്റെ മനസ്സിലേക്ക് കാണിച്ചു തന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ആ വേദഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കുവാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തത് കൊണ്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ദൈവത്തിലേക്ക് കുറച്ച് അടുത്തത് കൊണ്ടുകൊണ്ടല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നാം എല്ലാം ഒരു കുടുംബമാണ്. ദൈവം എന്നിലൂടെ നിങ്ങളിലേക്ക് സംസാരിക്കുവാനായി നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. ഈ ആഴ്ചയിലെ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. കൂനിയായ സ്ത്രീയുടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഈ കൂനിയായ സ്ത്രീയെ പറ്റി പറയുന്ന കാര്യങ്ങൾ. ഞാനത് വിശദമായിട്ട് ബൈബിളിൽ വേണമെങ്കിൽ ജസ്റ്റ് ആ ഭാഗം മാത്രമായിട്ട് ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. ഒരു ശവത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. വലിയ പ്രത്യേകിച്ച് അതിനകത്തൊരു വളരെ ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു കൂനിയായ സ്ത്രീ, ആ സ്ത്രീയെ ദൈവം തമ്പുരാൻ കാണുന്നു, സൗഖ്യമാക്കുന്നു, സൗഖ്യം ലഭിച്ച അവൾ നിവർന്നു. ഇത്രയും മാത്രമാണ് അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ആവരണം പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് സഭ ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് വേണ്ടി ക്രമീകരിച്ചതിന് 2-3 കാരണങ്ങളാണ്. ഈ കൂനിയായ സ്ത്രീ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. 18 സംവത്സരമായി കൂനിയായിരിക്കുന്ന സ്ത്രീ. എൻ്റെ അമ്മച്ചിക്ക് കൂനുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് അറിയാം ഒരു പരിധി വരെ. ഒരു പക്ഷേ നിങ്ങൾക്കും കണ്ടിട്ടുള്ളതാണ് കൂനിയായ ആളുകൾ, പ്രായമുള്ള കൂനിയായ ആളുകൾ എങ്ങനെയായിരിക്കുമെന്ന് അല്ലെ. അവർക്ക് മുകളിലേക്ക് ഒരു പരിധി കൂടുതൽ മുകളിലേക്ക് നോക്കുവാനായിട്ട് സാധിക്കും. അപ്പോ ഞാനത് വേറൊരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഒരുപക്ഷെ 18 വർഷമായി ലോകത്തിന്റെ അല്ലെങ്കിൽ പുറം ലോകത്തിന്റെ യാതൊരുവിധ പുരോഗമനങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ലോകം എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സ്ത്രീ, ഭൂമിയിലേക്ക് മാത്രം നോക്കി നടന്ന ഒരു സ്ത്രീ, സ്വർഗത്തിലേക്ക് നോക്കുവാൻ സാധിക്കാത്ത ഒരാൾ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ളവരാണെന്ന് ചിന്തിച്ച് നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള കൂന്യബോധരായി മാറണമെങ്കിൽ എന്താ കാരണം? നമുക്ക് കൂനില്ല നമുക്ക് തന്നെയാണ്. ആ കൂനിയായ സ്ത്രീ 18 സംവത്സരം ലോകത്തിന്റെ മറ്റ് യാതൊന്നും കാണാതെ ഒരു മൂടപ്പെട്ട അവസ്ഥയിലാണ്. അങ്ങനെയെങ്കിൽ നാം ഇതേ മൂടപ്പെട്ട അവസ്ഥയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ കാണുവാനായിട്ട് നമുക്കൊരല്പ പ്രയാസമുണ്ട്.
നാം എന്തൊക്കെയോ മൂടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ആ മൂടപ്പെട്ട അവസ്ഥയിൽ നിന്നും നാം പുറത്തേക്ക് വരുവാനാണ് ഇവിടെ സഭ നമ്മളെ ഈ നോമ്പ് കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നു. നീ ആ മൂടപ്പെട്ട അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരണം. നീ പുറത്തേക്ക് വരാൻ എങ്ങനെയാ സാധിക്കുന്നത്? ആ 18 സംവത്സരം കൂനിയായ സ്ത്രീ കർത്താവ് അവളെ കണ്ടു എന്നാണ്, അല്ലെ? അത്രയും ആളുകൾ നിവർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ദൈവം തമ്പുരാൻ എങ്ങനെയായിരിക്കും കൂനിയായ സ്ത്രീയെ കണ്ടത്? നമുക്ക് ഒരു കാര്യം പറയാം, ദൈവം തമ്പുരാനല്ലേ, ദൈവത്തിന് എല്ലാം അറിയാമല്ലോ, അങ്ങനെയാണ്. പക്ഷെ ദൈവം ഭൂമിയിലേക്ക് വരുമ്പോൾ മാനുഷികമായ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് വരുന്നത് ദൈവത്തിന്റെ മുന്നിലേക്ക്. അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. കൂനിയായ ഒരു സ്ത്രീയെ അല്ലെ കൂനിയായ ഒരു വ്യക്തിയെ ആ സമൂഹത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് അല്പം പ്രയാസമാണ്, അല്ലെ? ഒരുപക്ഷെ ആ കൂനിയായ സ്ത്രീ ദൈവം അവളെ കാണണം എന്നുള്ള ചിന്തയിൽ അല്പമെങ്കിലും അവൾക്ക് പറ്റുന്നതിന്റെ ആ ഒരു പാരമ്പര്യത്തിൽ അവൾ നിവർന്നിട്ടുണ്ടാവാം, അല്ലെ ദൈവം കാണത്തക്ക രീതിയിൽ അവൾ നിന്നിട്ടുണ്ടാവാം. ഇതാണ് ഞാൻ നിങ്ങളും ഇന്ന് ചെയ്യേണ്ട കാര്യം. ദൈവം നമ്മെ കാണാൻ വേണ്ടി നാം ദൈവത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ ഈ സമൂഹത്തിന്റെ ഇടയിൽ നിന്നും കൂരല്ലാവസ്ഥയിൽ നിന്നും ആ കൂര് മാറ്റുവാൻ വേണ്ടി എന്നെയും നിങ്ങളെയും കാണുവാൻ തക്ക രീതിയിലാണോ ഞാനും നിങ്ങളും നിൽക്കുന്നത്? എങ്ങനെ ആണ് ഈ പറയുന്ന സ്ത്രീയെ ദൈവം കണ്ടത് എന്നത് നോക്കിയാൽ അതേ അവസ്ഥയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം തമ്പുരാൻ നമ്മെ കാണത്തക്ക രീതിയിൽ ഒന്ന് ഒരുങ്ങിയിരിക്കും. ഇപ്പോൾ നമ്മുടെ അവസ്ഥ ആ ഹൃദയം ദൈവത്തിന് കാണത്തക്ക രീതിയിൽ ദൈവത്തിന് സ്വീകാര്യമാവുന്ന രീതിയിലാണോ നാം തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുക. അപ്പോ കൂനിയായ സ്ത്രീയെ ദൈവം തമ്പുരാൻ കണ്ടതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ കാണും. ഇനി കണ്ടു കഴിഞ്ഞ ദൈവം എന്താ അടുത്തത് ചെയ്യുന്നത്? അവളെ വിളിച്ചു. അവളെ വിളിച്ചു. പാട്ടുകാരൻ പാടുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാം. അറിയാമോ? പാട്ടറിയാമോ? അത് പാടാമോ? വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാം. വരികയില്ല അവരെന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു. മറവിടം എനിക്കേശുണ്ട്, മറച്ചിടും അവരെന്നെ ചിറകടിയിൽ. വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വിളിച്ച് അവളെ സൗഖ്യമാക്കി. അവളുടെ ജീവിതത്തിലെ കഴിഞ്ഞ 18 കൊല്ലം അവൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, അവളുടെ മൂടപ്പെട്ട അവസ്ഥയിൽ നിന്നും അവളെ തിരിച്ചെത്തിക്കുവാൻ ദൈവത്തിന് സാധിച്ചു. അവളുടെ പ്രവൃത്തി കൊണ്ട് ദൈവം അത് പ്രവർത്തിച്ചു എന്ന് പറയാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ അവൾ അവിടെ തയ്യാറായിരുന്നു, ഒരുങ്ങിയിരുന്നു. എങ്കിൽ ഇന്ന് ഈ നോമ്പിന്റെ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഞാനും നിങ്ങളും ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കുവാനുള്ള
അവസരം ഒരുക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം ആർക്ക് വേണ്ടിയാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്? അല്ലെ, ആരെ കാണിക്കുവാൻ വേണ്ടിയാണ്? ലോകത്തിന് വേണ്ടിയാണോ അതോ ദൈവത്തിന് വേണ്ടിയാണോ? ഞാനും നിങ്ങളും ഒരുങ്ങുന്നത് എന്റെ പിതാവാം ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുവാൻ വേണ്ടിയാണോ അതോ ലോകത്തിന് വേണ്ടിയാണോ? കഷ്ടാനുഭവ ആഴ്ചകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, കഷ്ടത്തിന്റെയും സഹനത്തിന്റെയും ദിനങ്ങളോട് നമ്മൾ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇതാണ്. കുരിശിലേക്ക് നോക്കുവാനായി, ദൈവത്തെ, അതിലൂടെ ദൈവത്തെ കാണുവാനായി ഞാനും നിങ്ങളും ശ്രമിക്കും. അതിനാണ് 10 നവംബർ ഗോകുൽത്ത നമ്മുടെ പള്ളികളുടെ നടുക്ക് നാട്ടുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ആ ഗോകുൽത്ത നാട്ടുന്നത് നാം അതിലേക്ക് ശ്രദ്ധിക്കുവാൻ വേണ്ടി. ഞാനും നിങ്ങളും അതിലൂടെ കർത്താവിന്റെ പീഡാനുഭവങ്ങളെയും അവൻ നമുക്ക് വേണ്ടി സഹിച്ചതിനെയും കാണുക. എന്റെയും നിങ്ങളുടെയും ഹൃദയം അതിലൂടെ മാറ്റപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ വെച്ചിരിക്കുന്ന ഈ നമ്മുടെ ഇടവകയിലെ ഗോകുൽത്തായ്ക്ക് അർത്ഥമുള്ളൂ. എല്ലാ വർഷവും പതിവുപോലെ ഗോകുൽത്ത നാട്ടി വെച്ചിട്ട് പിന്നെ എന്താണ് കാര്യം? ഈ നാട്ടിൽ വെക്കുന്ന ഗോകുൽത്തായെ നോക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും മനം തിരിയുവാൻ സാധിക്കുന്നുവെങ്കിൽ അപ്പോൾ മാത്രമേ ആ ഗോകുൽത്തായ്ക്ക് അർത്ഥമുള്ളൂ. കുരിശ് ഇന്ന് ഒരു ബിസിനസ് ലോകമായി മാറിയിരിക്കുന്ന കാലഘട്ടമാണ്, അല്ലേ? നമ്മുടെ വണ്ടിയിലുണ്ടാവും കുരിശ്, അല്ലേ? നമ്മുടെ കയ്യിലുള്ള കീലുണ്ടാവും കുരിശ്, അല്ലേ? എവിടെല്ലാം കുരിശുണ്ട്. ദൈനംദിനം ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും കുരിശ് കാണാത്ത ഒരാളല്ല നാം എല്ലാവരും. എന്നിട്ടും ആ കുരിശിൽ കർത്താവിന്റെ പീഡാനുഭവങ്ങളെയും കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതിനെയും നമുക്ക് മനസ്സിലാക്കുവാനോ അതിൽ നിന്ന് നാം നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി കർത്താവിലേക്ക് അടുക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും കയ്യിൽ കുരിശുണ്ടായിട്ടോ, എന്റെയും നിങ്ങളുടെയും വാഹനത്തിൽ കുരിശുണ്ടായിട്ടോ, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ കുരിശുണ്ടായിട്ടോ കാര്യമില്ല. ദൈവത്തെ മനസ്സിലാക്കുന്നത് കുരിശിലൂടെ ആവണം, സഹനത്തിലൂടെ ആവണം. നീയും ഞാനും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പാകമായ ഹൃദയം മെനഞ്ഞെടുക്കുവാൻ ഈ നോമ്പില് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പിതാവാം ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല ബലി. എന്റെയും നിങ്ങളുടെയും ഹൃദയമാണ്. അവന് പ്രവർത്തിക്കുവാൻ വേണ്ടി, അവന് വസിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി വെക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദൈവം നമ്മളാണ്. പിതാവാം ദൈവം എന്നെയും നിങ്ങളെയും ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് കണ്ടിട്ട്, ഞാനും നിങ്ങളും ദൈവത്തിലേക്ക് ആശ്രയിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ അവനിലേക്ക് വരണം. ഞാനും നിങ്ങളും ഓരോരുത്തരും സുവിശേഷം വേലക്കാരൻ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ വേണം നാം മറ്റുള്ളവരെ നേടും. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇത് മാത്രം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഒരു പരിശോധന നടത്തുക.